ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 6 ദിവസങ്ങൾ ഇന്നത്തോടെ തിയേറ്ററുകളിൽ പിന്നിടുന്ന സിനിമയാണല്ലോ ലാലേട്ടൻ നായകനെത്തുന്ന എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ ഇപ്പോഴത്തെ 6ാം ദിവസം വർക്കിംഗ് ദിവസത്തിൽ പോലും ബുക്കിംഗിന്റെ കാര്യത്തിൽ വൻ തരംഗമായിട്ട്. സാധാരണ ഒരു മലയാളം സിനിമയ്ക്ക് പോസിറ്റീവ് ലഭ്യമായാൽ ആ സിനിമകളുടെ എല്ലാം തന്നെ ആദ്യ ഞായറാഴ്ച പോലും കാണാത്ത ലെവൽ ബുക്കിംഗ് ആണ്. ഇന്ന് 6ാം ദിവസം വർക്കിംഗ് ദിവസം ചൊവ്വാഴ്ച ദിവസവും അവസാന മണിക്കൂറുകളിൽ നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മണിക്കൂറിൽ 10,000-ത്തിലധികം ടിക്കറ്റുകളാണ് ഇപ്പോഴും സിനിമയുടേതായിട്ട് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയുടെ കർണാടക ബോക്സ് ഓഫീസിൽ നിന്നുള്ള കൃത്യമായ ആദ്യ 5 ദിവസത്തെ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ട്രാക്കേഴ്സ് അല്ല, മറിച്ച് കർണാടക ട്രാക്കിംഗ് പേജാണ്. അത് പ്രകാരം 10,65,00,000 രൂപയാണ് എമ്പുരാൻ കർണാടകയിൽ നിന്ന് മാത്രം ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ എമ്പുരാൻ ഏറ്റവും മികച്ച കളക്ഷൻ വരുന്ന സംസ്ഥാനം കൂടിയാണ് കർണാടക. അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എമ്പുരാൻ എന്ന സിനിമയുടെ റീ എഡിറ്റഡ് വെർഷൻ, കട്ട് ചെയ്ത വെർഷൻ എപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊരു ചോദ്യം ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകർക്കിടയിലുണ്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നൽകിയതാണ് പുതിയ കട്ട് വെർഷൻ എങ്കിൽ പോലും അത് ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് അത് തിയേറ്റർ ഉടമകൾ ഡൗൺലോഡ് ചെയ്ത് തിയേറ്ററുകളിലെ സ്ക്രീനുകളിൽ പുതുതായിട്ട് പ്രദർശിപ്പിക്കാനായിട്ട് സമയമെടുക്കുന്നു എന്നതാണ്. ആ റീകട്ട് വെർഷൻ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനായിട്ട് വൈകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൈദരാബാദിൽ വെച്ച് സിനിമയുടെ ക്യൂബ് അപ്ലോഡിംഗ് നടക്കുന്നു. അത് പൂർത്തിയാകാനായിട്ട് 5 മണിക്കൂർ എടുക്കും. അതിനുശേഷം തിയേറ്റർ ഉടമകൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും കുറച്ചധികം മണിക്കൂറുകൾ എടുക്കും. ശേഷം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഒരുപക്ഷെ ഇന്ന് രാത്രി അതല്ലെങ്കിൽ നാളെ രാവിലെ വരെ കാത്തിരിക്കണമെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. സിനിമയുടെ ഒറിജിനൽ വെർഷൻ തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ല വാർത്തയാണെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഇതിനിടയിൽ എമ്പുരാനിൽ 24 കട്ടുകളുണ്ട്. 2 മിനിറ്റ് 8 സെക്കൻഡാണ് സിനിമയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചുള്ള ടൈറ്റിൽ കാർഡ് സിനിമയിൽ നിന്നും ഒഴിവാക്കിയതോടൊപ്പം തന്നെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരിൽ മാറ്റം വരുത്തി. ഒപ്പം തന്നെ സ്ത്രീകൾക്കെതിരായ സിനിമയിലെ അതിക്രമത്തിന്റെ കൂടുതൽ രംഗങ്ങളെല്ലാം തന്നെ സിനിമയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പീതാംബരന്റെ ഒരു സീനെല്ലാം തന്നെ നീക്കം ചെയ്തിരിക്കുന്നു. കുട്ടിയായ സയ്യിദ് മസൂദ് കഥാപാത്രവും ഒപ്പം തന്നെ മസൂദ് എന്ന അച്ഛൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണ രംഗങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നു. തുടങ്ങിയവയെല്ലാം തന്നെയാണ് സിനിമയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. എന്തായാലും എമ്പുരാന്റെ പുതിയ റീകട്ട് വെർഷൻ നാളെ മുതൽ തിയേറ്ററുകളിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടു തുടങ്ങും. കാത്തിരിക്കൂ കൂടുതൽ എമ്പുരാൻ വാർത്തകൾക്ക്.